ഹലോ, ഞാൻ റിജി. റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2025 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ ലാസ്റ്റ് പാർട്ട് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 867 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് ഈ ടിക്ക് ചെയ്തേക്കുന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്, പക്ഷെ ഇത് കറക്റ്റ് ആണെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ പ്രിന്റഡ് ആൻസേഴ്സ് നമ്മൾ കൊടുക്കുകയാണ് വീഡിയോയിൽ. അപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ചെയ്യുന്നത് വീഡിയോ ആയിട്ട്. ലാസ്റ്റ് ഭാഗത്തും കൂടി നമ്മൾ ചെയ്യും. ഒറിജിനൽ പ്രിന്റഡ് ആൻസേഴ്സ് നിങ്ങൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തണം. അതുപോലെ തന്നെ ഞാൻ ടിക്ക് ചെയ്തേക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. കാരണം മനുഷ്യനാണ് തെറ്റുകൾ സംഭവിക്കുക. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും ഒറിജിനൽ പ്രിന്റഡ് ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒറിജിനൽ പ്രിന്റഡ് ആൻസേഴ്സ് നോക്കാം. അതിനുശേഷം 867 ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇവിടെ ഇതാണ് ഒറിജിനൽ പ്രിന്റഡ് ആൻസേഴ്സ്. 1 മുതൽ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട വീഡിയോയിൽ. ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം 1010 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലി ഉള്ളത് ഈ ഭാഗത്ത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ 867 നോക്കാം. 867 ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റേസ് ദ നാഷണൽ ഫ്ലാഗ്? എ സർദാർ പട്ടേൽ, ബി മഹാത്മാഗാന്ധി, സി ആനി ബെസന്റ്, ഡി മാഡം ക്യാമ. ആൻസർ ഡി മാഡം ക്യാമ. 868 who was the first Indian to use the word Swaraj in 1906? A. B.J. Tilaga at the Calcutta section of the Congresses. B. Dadabhai Naoroji at the Calcutta section of the Congresses. C. Gopalakrishnan Gokhale at Bombay in 1885. D. Lala Lajpat Rai in the first section of Indian National Congresses. Answer B. Dadabhai Naoroji at the Calcutta section of the Congresses. 869 who was the first president of the Indian National Congresses and when was it first organized? A. A.O. Hume 1857, B. M.G. Ranade 1887, C. Aurobindo Ghosh 1885, D. W.C. Banerjee 1885. Answer D. W.C. Banerjee 1885. 870 who were the president and secretary of the Congresses Khilafat Swaraj Party formed by Motilal Nehru in
1922. A. Malavia and Jayagar. B. Vidalbai and Malavia. C. Motilal Nehru and Malavia. D. Siardas and Motilal Nehru. Answer D. Siardas and Motilal Nehru. 1870. Who were the president and secretary of the Congress's Khilafat Swaraj party formed by Motilal Nehru in 1922? A. Malavia and Jayagar. B. Vidalbai and Malavia. C. Motilal Nehru and Malavia. D. Siardas and Motilal Nehru. Answer D. Siardas and Motilal Nehru. 1871. Who amongst the following is associated with the Local Self-Government Act? A. Lord Lippon. B. William Bentinck. C. Lord Cornwallis. D. Lord Dalhousie. Answer D. Lord Dalhousie. 1872. Whose name is associated with the Muslim communalism that helped the British government to follow the policy of divide and rule? A. Syed Ahmad Khan. B. Rahimuttallah Muhammad Sayani. C. Badruddin Tayyabji. D. None of the above. Answer A. Syed Ahmad Khan. Answer A. Syed Ahmad Khan. 1872. Whose name is associated with the Muslim communalism that helped the British government to follow the policy of divide and rule? A. Syed Ahmad Khan. B. Rahimatullah Muhammad Sayani. B. Rahimatullah Muhammad Sayani. C. Badruddin Tayyabji. D. None of the above. Answer A. Syed Ahmad Khan. Spelling mistake in the ക്ഷമിക്കണം. 1873. Why was B.G. Tilak arrested in 1897, due to which he became a popular All India leader and was given the title of Logomania by the people? A. Due to the support to the struggle for human rights waged in South Africa. B. Because of his association with M.K. Gandhi to support human rights struggles in South Africa. C. On the charge of spreading deception against the British Indian government. D. None of the above. Answer C. On the charge of spreading deception against the British Indian government. 1873. Why was B.G. Tilak arrested in 1897, due to which he became a popular All India leader and was given the title of Logomania by the people? A. Due to the support to the struggle for human rights waged in South Africa. B. Because of his association with M.K. Gandhi to support human rights struggles in South Africa. C. On the charge of spreading deception against the British Indian government. D. None of the above. Answer C. On the charge of spreading deception against the British Indian government. Answer C. On the charge of spreading deception against the British Indian government. 1874. Why was the Khilafat movement started by the Ali brothers after the First World War? A. To turn foreigners out of the country. B. To attain freedom from British rule. A. To turn foreigners out of the country. B. To attain freedom from British rule. C. To cooperate with various organizations formed in the country to attain independence. D. To agitate for the preservation of the office of Caliph and better treatment for Turkey, where the British government imposed harsh terms after the war. Answer D. To agitate for the preservation of the office of Caliph and better treatment for Turkey, where the British government imposed harsh terms after the war. Answer D. To agitate for the preservation of the office of Caliph and better treatment for Turkey, where the British government imposed harsh terms after the war.
875. Why was the non-cooperation movement suspended by Gandhiji so abruptly? A. It turned out to be violent, which was against his principles. B. There was no response from the public. C. The British government suppressed the movement ruthlessly. D. Some differences arose between some of the Congress's leaders and Gandhiji. Answer A. It turned out to be violent, which was against his principles. 876. Why were the Indians dissatisfied with the Simon Commission? A. There was no Indian member in the commission. B. Indians never wanted the review of the working of the Act of 1990. C. It recommended that the hierarchy in the provinces be abolished. D. None of this. Answer A. There was no Indian member in the commission. 876. Why were the Indians dissatisfied with the Simon Commission? A. There was no Indian member in the commission. B. Indians never wanted the review of the working of the Act of 1990. C. It recommended that the hierarchy in the provinces be abolished. D. None of this. Answer A. There was no Indian member in the commission. 877. Why did Khilafat movement lost momentum despite being supported by both Hindus and Muslims and adopted by the Congresses through Gandhiji? A. Muslim League's opposition to the Indian National Congresses. B. Special concessions given to Muslims by the British government. C. Office of Khalifa was abolished in Turkey itself and better terms given to Turkey. D. Internal friction between the Congresses and the Muslim League. Answer C. Office of Khalifa was abolished in Turkey itself and better terms given to Turkey. 877. Why did Khilafat movement lost momentum despite being supported by both Hindus and Muslims and adopted by the Congresses through Gandhiji? A. Muslim League's opposition to the Indian National Congresses. B. Special concessions given to Muslims by the British government. C. Office of Khalifa was abolished in Turkey itself and better terms given to Turkey. D. Internal friction between the Congresses and the Muslim League. Answer C. Office of Khalifa was abolished in Turkey itself and better terms given to Turkey. 878. Identify the European who worked ardently. Identify the European who worked ardently for the Indian national movement and bitterly criticized the British rule by saying the British Empire is rotten to the core, corrupt in every direction, and tyrannical and mean. Tyrannical and mean. Tyrannical and mean. A. Ayohumi. B. William Wedderburn. C. Sister Nivedita. Margaret Noble. D. Annie Besant. Answer C. Sister Nivedita. Margaret Noble. 878. Identify the European who worked ardently for the Indian national movement and bitterly criticized the British rule by saying the British Empire is rotten to the core, corrupt in every direction, and tyrannical, tyran, tyrannical and mean. Tyrannical and mean. A. Ayohumi. B. William Wedderburn. C. Sister Nivedita. Margaret Noble. D. Annie Besant. Answer C. Sister Nivedita. Margaret Noble. 879. Abandonment of the policy of annexation and
aggrandizement towards Indian states came under the abandonment of the policy of annexation and aggar- ag- aggrandizement towards Indian states came under the A. Government of India Act 1858, B. Indian Councils Act 1861, C. Indian Councils Act 1892, D. Indian Councils Act 1909. Answer A. Government of India Act 1858. 1879. Abandonment abandonment of the policy of annexation and aggrandizement towards Indian states came under the A. Government of India Act 1858, B. Indian Councils Act 1861, C. Indian Councils Act 1892, D. Indian Councils Act 1909. Answer A. Government of India Act 1858. Answer A. Government of India Act 1858. 1880. Who democrated the line which divides India and Pakistan? A. Sir Cyril Radcliffe, B. Sir Mortimer Durand, C. Sir Henry M.C. Mohan, D. Lord Mountbatten. Answer A. Sir Cyril Radcliffe. 1880. Who democrated the line which divides India and Pakistan? A. Sir Cyril Radcliffe, B. Sir Mortimer Durand, C. Sir Henry M.C. Mohan, D. Lord Mountbatten. Answer A. Sir Cyril Radcliffe. 1881. Ancient Monuments Preservation Act was passed during the Viceroyalty of A. Ripon, B. Curzon, C. Minto, D. Lansdowne. Answer B. Curzon. 1882. Arrange the following event in the correct chronological order. A. Jallianwala Bagh tragedy. B. Khilafat call for non-cooperation. C. Revolt Satyagraha. D. Publishing of the Hunter Committee's report. A. CADB. B. ACDB. C. BACD. D. CDAB. Answer A. CADB. Answer A. CADB. C. Revolt Satyagraha. A. Jallianwala Bagh tragedy. D. Publishing of the Hunter Committee's report. B. Khilafat's call for non-cooperation. 1883. Arrange the following events in the correct chronological order. A. Bombay Plan. B. Royal Indian Navy mutiny. C. INA trials. D. Shimla Conference. A. B. C. D. B. A. D. C. B. C. D. C. B. A. D. B. B. C. A. Answer B. A. D. C. B. Answer B. A. D. C. B. A. Bombay Plan. D. Shimla Conference. C. INA trials. B. Royal Indian Navy mutiny. 1884. Arrange the following in chronological order. A. Formation of the interim government. B. Recall of Lord Linlithgow. C. Cabinet mission. D. Cripps mission. E. Lord Wavell's proposals. F. Mountbatten plan. A. B. C. A. D. F. E. B. B. D. E. C. F. C. D. B. F. A. E. C. D. A. B. D. C. F. E. Answer B. B. D. E. C. F. Answer B. B. D. E. C. F. B. Recall of Lord Linlithgow. D. Cripps mission. E. Lord Wavell's proposals. C. Cabinet mission. A. Formation of the interim government. F. Mountbatten plan. 1884. Arrange the following in chronological order. A. Formation of the interim government. B. Recall of Lord Linlithgow. C. Cabinet mission. D. Cripps mission. E. Lord Wavell's proposals. F. Mountbatten plan. A. B. C. A. D. A. D. F. E. B. B. D. E. C. A. F. C.
DBFAEC. D ABDCCFE. Answer B BDECAF. Answer B BDECAF. B. Recall of Lord Linlithgow. D. Cripps Mission. E. Lord Wavell's proposals. C. Cabinet Mission. A. Formation of the Indian government. F. Mountbatten Plan. 1885. 1885. Arrange the following in chronological order. A. Throwing of a bomb in the Central Legislative Assembly by Bhagat Singh and B.K. Datta. B. Attempt on the life of the Lieutenant Governor of East Bengal, Fuller by B.K. Ghosh and Bhupen Datta. B. Attempt on the life of the Lieutenant Governor of East Bengal, Fuller by B.K. Ghosh and Bhupen Datta. C. Attempt to blow up Lord Irwin's train near Delhi. D. Attempt on the life of Lord Hardinge by Rash Bihari Bose and Sachin Sanyal. A, B, A, C and D. B, B, D, A and C. C, A, C, D and B. D, A, D, B and C. Answer B, B, D, A and C. Answer B, B, D, A and C. B. Attempt on the life of the Lieutenant Governor of East Bengal, Fuller by B.K. Ghosh and Bhupen Datta. D. Attempt on the life of Lord Hardinge by Ras Bihari Bose and Sachin Sanyal. A. Throwing of a bomb in the Central Legislative Assembly by Bhagat Singh and B.K. Datta. C. C. Attempt to blow up Lord Irwin's train near Delhi. 886. Arrange the following in chronological order. A. Second section of the Round Table Conference. B. Gandhi Irwin Pact. C. Communal Award. D. Third session of Round Table Conference. E. Pune Pact. A. B, A, D, E and C. B, B, A, C, E and D. C, B, C, A, D and E. D, B, A, D, C and E. Answer B, B, A, C, E and D. Answer B, B, A, C, E and D. B. Gandhi Irwin Pact. A. Second session of the Round Table Conference. C. Communal Award. E. Pune Pact. D. Third section of Round Table Conference. 887. Arrange the following in correct chronological order. A. Jallianwala Bagh Massacre. B. Second Civil Disobedience Movement. C. Congress's split at Surat. D. Boycott of Simon Commission. A. CADB. B. ABCD. C. DCAB. D. DCBA. Answer A. CADB. Answer A. CADB. C. Congress split to Surat. A. Jallianwala Bagh Massacre. D. Boycott of Simon Commission. B. Second Civil Disobedience Movement. 888. Are the following in historical sequence. A. Escape of Subhash Chandra Bose from India. B. Celebration of the Deliverance Day by the Muslim League. C. Resignation of the Congress's ministries. D. Lahore resolution of the League demanding a separate state for Muslims. E. Quit India resolution by the Congresses. A, C, D, B, A and E. B, C, A, B, D and E. C, C, B, D, A and E. D, C, D, A, B and E. Answer C, C, B, D, A and E. Answer C, C, B, D, A and E. C. Resignation of the Congress's ministries. B.
celebration of the Deliverance Day by the Muslim League. D. Lahore resolution of the League demanding a separate state for Muslims. E. Quit India resolution by the Congresses. 889. Arrange the following in the correct chronological order. A. Whiteley Commission. B. Fiscal Commission. C. Ottawa Agreements. D. Tariff Board. A. ABCD. B. BDAC. C. BADC. D. BDCA. Answer B. BDAC. Answer B. BDAC. B. Fiscal Commission. D. Tariff Board. A. Whiteley Commission. C. Ottawa Agreements. 889. Arrange the following in the correct chronological order. A. Whiteley Commission. A. Whiteley Commission. A. Whiteley Commission. B. Fiscal Commission. C. Ottawa Agreements. D. Tariff Board. A. ABCD. B. BDAC. C. BADC. D. BDCA. Answer B. BDAC. Answer B. BDAC. B. Fiscal Commission. D. Tariff Board. A. Whiteley Commission. C. Ottawa Agreements. 890. Consider list 1 and list 2. Which pair is correctly matched? List 1, list 2. A. Sandhya Vande Matram Brahma Mobandab Ubandaye. B. Vande Matram Satish Chandra Mukherjee. C. New India Bipin Chandra Pal. D. Down Aurobindo Ghosh. A and B, B and C, C and D, D and C. Answer D, A and C. Answer D, A and C. A. Sandhya Vande Matram Brahmo Bandab Ubadaye. C. New India Bipin Chandra Pal. 890. Consider list 1 and list 2. Which pair is correctly matched? List 1, list 2. A. Sandhya Vande Matram Brahmo Bandabu Ubadaye. B. Vande Matram. B. Vande Matram Satish Chandra Mukherjee. C. New India Bipin Chandra Pal. D. Down Aurobindo Ghosh. A and B. B and C. C and D. D, A and C. Answer D, A and C. A. Sandhya Vande Matram Brahmo Bandabu Ubadaye. C. New India Bipin Chandra Pal. 891. Consider list 1 and list 2. Which pair is incorrectly matched? List 1, list 2. A. Death of Motilal Nehru 1925. B. Death of Lajpat Rai 1928. C. Death of C.R. Das 1931. D. Death of Rabindranath 1941. A and B. B, A and C. C, B and D. D, C and D. Answer B, A and C. Answer B, A and C. A. Death of Motilal Nehru 1925. C. Death of C.R. Das 1931. നമ്മൾ 891 ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ അടുത്ത വീഡിയോയിൽ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയും, അല്ലെങ്കിൽ ശരിയാവില്ല, നമ്മുടെ ക്യാമറ ക്ലാരിറ്റി പോയി. നിങ്ങൾക്ക് വാച്ച് ചെയ്താൽ അറിയാം. അപ്പോൾ ദയവേത് ക്ഷമിക്കുക, ക്യാമറ ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷന്. അപ്പോൾ കുറേ വീഡിയോസിൽ ഇങ്ങനെ വരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ ഇങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ എത്ര തന്നെയാലും സ്ലീപ്പിംഗ് മോഡിലേക്ക് ഇട്ടിട്ടായിരുന്നു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ ശരിയാകുന്നില്ല. അപ്പോൾ ദയവേത്
ക്ഷമിക്കുക, ഒരിക്കൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡിസ്റ്റർബൻസ് ആണ് ഈ ഒരു അവസ്ഥ. അതുകൊണ്ടാണ് നമ്മൾ ഇത് പ്രത്യേകം പ്രാധാന്യം എടുത്ത് പറയുന്നത്. എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. എന്തായാലും 891 അടുത്ത വീഡിയോയിൽ ക്വസ്റ്റ്യൻ പറയും. ഇനി 892 ആണ് വരുന്നത്. 893 അരമണിക്കൂറും 15 മിനിറ്റും ആയി ഇപ്പം നമ്മൾ വീഡിയോ തുടങ്ങിയിട്ട്. എയ്റ്റ് ഹൺഡ്രഡ് 97 901 ഇതൊക്കെ അത്യാവശ്യം എക്സ്പ്ലനേഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആക്കാം. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഒറിജിനൽ പിന്നീട് ആൻസേഴ്സ് നോക്കാം. ഒറിജിനൽ പിന്നീട് ആൻസേഴ്സ് ആണ് നമ്മൾ ഫസ്റ്റിന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെയ്തിരുന്നു. അത് തന്നെയാണ് ഇവിടെ വീണ്ടും നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദയവേത് വാച്ച് ചെയ്യണം. One 1010 ക്വസ്റ്റ്യൻസ് ഉണ്ട് ടോട്ടലി. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 891 വരെ നമ്മൾ പറഞ്ഞു. 891 നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ പറ്റാവുന്ന പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വരാൻ സാധ്യതയുണ്ട്. സ്പോട്ടിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രി എടുത്തേക്കണം എന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ CSETക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഈ വീഡിയോ പ്രയോജനപ്പെടുത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് വീഡിയോ, ന്യൂ ഇയർ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എഫക്ട്സ് യൂസ് ചെയ്തിട്ടൊക്കെയാണ്. ഓരോ സോങ്ങും ഡിഫറെൻ്റ് എഫക്ട്സും യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ആ വീഡിയോസൊക്കെ വാച്ച് ചെയ്യണം. വളരെ നല്ല വീഡിയോസാണ്. ഇപ്പം അടുത്ത് നമ്മൾ ചെയ്തേക്കുന്നത്, ഇപ്പം നമ്മൾ 1-ാം തീയതി മുതൽ എന്ന് വെച്ചാൽ ജനുവരി 2025 ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നമ്മൾ ന്യൂ ഇയർ വീഡിയോ ആണ്. പിന്നെ ഇപ്പം ഇന്ന് ടുഡേ 8 ആണ്, ജനുവരി 2025. ഇതോടുകൂടി നമ്മുടെ ന്യൂ ഇയർ വീഡിയോ അവസാനിക്കുകയാണ്.
അപ്പോൾ ന്യൂ ഇയർ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്, എൻ്റർടൈൻമെൻറ്റ് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും ദയവേത് വാച്ച് ചെയ്യുക, ഹെഡ്ഫോൺ വെച്ച് വാച്ച് ചെയ്യണം. എന്നാലേ അതിൻ്റെ ഒരു സോങ്സിൻ്റെ ഹൈലൈറ്റ് ഒക്കെ ഒന്ന് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ നല്ല വീഡിയോസാണ്, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, നമുക്ക് മനസ്സിന് സന്തോഷവും ഫ്രഷ്നെസ് ഒക്കെ ലഭിക്കുന്ന വീഡിയോസാണ്. ഇത് പഠിക്കണം എന്നുള്ള രീതിയിലല്ല നമ്മളിത് ചെയ്തേക്കുന്നത്, എൻ്റർടൈൻമെൻ്റ് ആണ്, പക്ഷെ എന്നാലും പഠിക്കാൻ പറ്റും. നോട്ട്സ് ചെയ്താൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. സോങ്സ് ഒക്കെ വളരെ നല്ല സോങ്സ് ആണ്, പറയാൻ വാക്കുകളില്ല. അതാണ് നമ്മുടെ ഈ വീഡിയോ എഡിറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു, അതാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. ഇപ്പം എന്തായാലും നമ്മൾ ചിലപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ രാത്രി വീഡിയോ എടുക്കുന്നത് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്, കാരണം ക്യാമറ ക്ലാരിറ്റി പോയതുകൊണ്ട്. എന്തായാലും നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.